നോട്ട് പ്രതിസന്ധി തുടരുന്നു. ഇന്നും എടിഎമ്മുകളിൽ വൻ തിരക്ക്. ബാങ്കുകൾ ഇന്നും നാളെയും തുറന്ന് പ്രവർത്തിക്കും. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ഉമേഷ്, ഇന്നും വലിയ തിരക്കാണ് ബാങ്കുകൾക്കും എടിഎമ്മുകൾക്കും മുൻപിൽ അനുഭവപ്പെടുന്നത്. നോട്ട് ക്ഷാമം ഇന്നും രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളത്? മനു, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലുള്ള പ്രതിസന്ധി ഇന്നും തുടരുന്നു. പല ബാങ്കുകളിലെ എടിഎമ്മുകളും ഇന്നലെ ഉച്ചയോടെ തന്നെ പ്രവർത്തനരഹിതമായി. ഇന്ന് രാവിലെ 10 മണിക്ക് നിരവധി പേരാണ് എടിഎം അന്വേഷിച്ച് നഗരത്തിലേക്ക് ഇറങ്ങിയത്. എന്നാൽ പല എടിഎമ്മുകളും ഷട്ടറിട്ട നിലയിലായിരുന്നു. എന്നാൽ ഒരു 11 മണിയോടെ പല എടിഎമ്മുകളും തുറക്കാൻ തുടങ്ങി. ഇപ്പോൾ കൊച്ചിയിലൊരു എടിഎമ്മിൻ്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. എടിഎം തുറന്ന പാടെ തന്നെ വലിയൊരു ക്യൂ ആണ് അവിടെ കാണാൻ കഴിഞ്ഞത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, വലിയ നീണ്ട ക്യൂ തന്നെയാണ് ഈ എടിഎമ്മിന് മുൻപിൽ ഉള്ളത്. പലർക്കും ഉള്ള ഒരു ആക്ഷേപം 2000-ൻ്റെ നോട്ട് കൈവശം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രതിസന്ധിയാണ്. അത് പിന്നീട് വീണ്ടും ചില്ലറയാക്കാൻ വലിയ ക്ഷാമം നേരിടുന്നു. ബാങ്കുകളിൽ തന്നെ ഇത്തരത്തിൽ 100 രൂപയുടെ നോട്ടിന് ക്ഷാമം നേരിടുന്നതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ബാങ്കുകളിലും മറ്റും ഇത്തരത്തിൽ വീണ്ടും പണം നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. എങ്കിൽ തന്നെയും വലിയ ക്ഷാമമാണ് നേരിടുന്നത്. പലപ്പോഴും മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നു. പലരും കൈക്കുഞ്ഞുങ്ങളും മറ്റുമായാണ് ബാങ്കിലേക്ക് എത്തിയിരുന്നത്. മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്നു. വൃദ്ധർ അടക്കമുള്ളവർ ഇത്തരത്തിൽ മണിക്കൂറുകൾ ക്യൂ നിന്ന് അവശരാകുന്ന ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. ഇതുകൂടാതെ മറ്റ് പെട്രോൾ ബങ്കുകളിലും മറ്റും ഇത്തരത്തിൽ ചില്ലറ ക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് പല പമ്പുകൾക്കും പ്രവർത്തനം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും പ്രതിസന്ധി ഇപ്പോഴും തുടരുക തന്നെയാണ്. എടിഎമ്മുകൾ എല്ലാം തന്നെ നാമമാത്രമായ എടിഎമ്മുകൾ മാത്രമാണ് ഇപ്പോഴും നഗരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. കൊച്ചി നഗരത്തിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടം തന്നെയാണ് ഉള്ളത്. ആ സ്ഥിതി ഇവിടെയും വ്യത്യസ്തമല്ല. മനു, ശരി. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഷീജ കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ഷീജ, തിരുവനന്തപുരത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? മനു, തിരുവനന്തപുരത്തും സമാനമായ സാഹചര്യം തന്നെയാണ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിലും അനുഭവപ്പെടുന്നത്. പണത്തിനായി ജനം നെട്ടോട്ടമോടുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രധാനമായും ഇന്ന് 4ാം ദിനത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് 100 രൂപ നോട്ടുകൾക്കുണ്ടായ ക്ഷാമം തന്നെയാണ്. കടുത്ത ക്ഷാമമാണ് മിക്ക ബാങ്കുകളിലും 100 രൂപ നോട്ടിനെ നേരിടുന്നത്. പ്രധാനമായും എടിഎമ്മുകളുടെ എല്ലാം പ്രവർത്തനം ഭാഗികമായി നിലച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എടിഎമ്മുകളിൽ 100 രൂപയുടെയും 50 രൂപയുടെയും നോട്ടുകളാണ് നിറച്ചിരുന്നത്. അതുകാരണം തന്നെ വേഗത്തിൽ പണം തീർന്നു പോകുന്ന ഒരു സാഹചര്യം എടിഎമ്മുകളിൽ നിലനിൽക്കുന്നു. ആദ്യ തവണ എടിഎമ്മുകൾ കാലിയായതിനെ തുടർന്ന് വീണ്ടും ബാങ്കുകൾ പണം നിറച്ചെങ്കിൽ പോലും ഇപ്പോൾ ഉച്ചയ്ക്ക് മുമ്പായി മിക്ക എടിഎമ്മുകളിലും പണം വീണ്ടും തീർന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. RBIയിൽ കൃത്യമായ ബാങ്കുകൾ ഇത്തരത്തിൽ 100 രൂപ നോട്ടുകൾക്ക് നേരിടുന്ന ഒരു ക്ഷാമം അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും എപ്പോൾ പണം എത്തിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ RBI ഇതുവരെയും ബാങ്കുകൾക്ക് കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ബാങ്കുകളിൽ എത്തുന്നവർക്കും ഇത് വലിയ തോതിൽ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഏതായാലും ഇന്ന് നാളെയും തുറന്ന് പ്രവർത്തിച്ചുകൊണ്ട് ബാങ്കുകൾ ജനങ്ങളുടെ പ്രതിസന്ധിക്ക് വലിയ തോതിൽ ഒരു പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെങ്കിൽ പോലും ഇത്തരത്തിൽ 100 രൂപയുടെ നോട്ടിന് നേരിടുന്ന പ്രതിസന്ധി ബാങ്കുകളെയും വലിയ തോതിലാണ് ഇപ്പോൾ ആശങ്കയിലാഴ്ത്തുന്നത്. ശരി, ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഇന്നും നോട്ട് ക്ഷാമം തന്നെയാണ് അനുഭവപ്പെടുന്നത്. എടിഎമ്മുകളിലും ബാങ്കുകളിലും വലിയ തിരക്കാണ് ഇന്നും സംസ്ഥാനത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അനുഭവപ്പെടുന്നത്.